CPM-CPI തർക്കങ്ങളിൽ സമവായ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഇടതുമുന്നണി വിടാനാകില്ലെന്ന നിലപാട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എടുത്തുകഴിഞ്ഞു. ഇതോടെ CPM-ഉം ആശ്വാസത്തിലാവുകയാണ്. ഇന്നത്തെ മന്ത്രിസഭാ യോഗം CPI മന്ത്രിമാർ ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ അടുത്ത ആഴ്ച എല്ലാ വിവാദവും തീരും. PM ശ്രീയിലെ ഫണ്ട് തൽക്കാലം കേരളം വാങ്ങില്ല. CPIയുടെ എതിർപ്പിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സിലബസിലടക്കം വ്യക്തത വേണമെന്ന് ആവശ്യപ്പെട്ടാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയക്കുക. എന്തായാലും CPIയുടെ ഇത്തരത്തിലുള്ള ഉപാധികൾ അംഗീകരിച്ചിട്ടുണ്ട്. ഈ ഒരു ദേശീയ തലത്തിൽ CPM-ന് ദോഷം ചെയ്യുമെന്ന അഭിപ്രായം CPM ജനറൽ സെക്രട്ടറി MA ബേബിക്കുണ്ട്. ഇതും CPM-നെ ഇത്തരം ചിന്തയ്ക്ക് പ്രേരിപ്പിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ CPIയുമായി ഫോണിൽ ആശയവിനിമയം നടത്തി. CPI മന്ത്രിമാരായ K രാജനെയും P പ്രസാദിനെയും തൽക്കാലം അവഗണിച്ച് മുന്നോട്ട് പോകാനാണ് CPIയിലെ പൊതുധാരണ. ഇടതുപക്ഷം വിടുന്നത് CPIക്ക് ദോഷമാകുമെന്ന നിലപാടിലാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇടതുമുന്നണി യോഗം ചേർന്നിട്ടുണ്ട്. അതിൽ പ്രശ്നത്തിന് സമ്പൂർണ്ണ പരിഹാരമുണ്ടാകും എന്നായിരുന്നു അറിയിപ്പ്. എന്തായാലും ഒരു തരത്തിൽ ഈ വിവാദം കെട്ടടങ്ങുന്ന അവസ്ഥയാണിപ്പോൾ. മുഖ്യമന്ത്രിക്ക് ഗൾഫ് യാത്രകളുടെ തിരക്കുണ്ട്. ഇതിനിടയിലും ഇടത് യോഗം വിളിച്ചിരിക്കുകയാണ്. PM ശ്രീയിൽ CPM പരസ്യമായി ഭിന്നാഭിപ്രായം നടത്തില്ല. എല്ലാവരും സംസ്ഥാന സർക്കാർ തീരുമാനത്തെ അംഗീകരിക്കും. ഈ ധാരണയും CPM-ഉം ഉന്നത തലത്തിൽ ഉണ്ടായിട്ടുണ്ട്. സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെയും വസ്തുനിഷ്ഠമായും സമീപിക്കുക എന്ന കടമ നിർവഹിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പറയുന്നു. രാജ്യം നേരിടുന്ന നവഫാസിസ്റ്റ് വർഗീയ ഭീകരതയ്ക്കെതിരായ യോജിച്ച പോരാട്ടമാണ് നാം ഏറ്റെടുക്കേണ്ടതെന്ന കടമയെന്നും ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇത്തരം ഒരു പോരാട്ടത്തിന്റെ നേതൃത്വം വഹിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്കേ കഴിയൂ. അത്തരം ഒരു പ്രതിരോധം രാജ്യത്തെ ഏറ്റവും ശക്തമായും മാതൃകാപരമായും തീർക്കുന്ന സംസ്ഥാനമായി കേരളം നിലകൊള്ളുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സർക്കാരിന്റെയും ഇച്ഛാശക്തിയോടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടു മാത്രമാണ്, ജയരാജൻ കുറിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ കക്ഷികൾക്ക് ചില വിഷയങ്ങളിൽ വ്യത്യസ്ത നിലപാടുകൾ ഉണ്ടായേക്കാം. മുന്നണി സംവിധാനത്തിൽ ഓരോ കക്ഷിയുടെയും പ്രതിനിധികൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് ബന്ധപ്പെട്ട വകുപ്പിന്റെ വികസനം ലക്ഷ്യമിട്ടും നാടിന്റെ പൊതുവായ താൽപര്യം മുന്നിൽ കണ്ടുമാണ്. അത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒറ്റപ്പെട്ട വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കും. അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനും സംവിധാനമുണ്ട്, ജയരാജൻ കൂട്ടിച്ചേർത്തു. ഉഭയകക്ഷി ചർച്ചയിലൂടെയും മുന്നണി യോഗത്തിൽ പൊതു ചർച്ചയിലൂടെയും പരിഹരിക്കാൻ കഴിയുന്നതേ ഉള്ളൂവെന്നും അതിന് പകരം പരസ്യമായ വിവാദം സൃഷ്ടിക്കപ്പെടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും സർക്കാരിനെയും ദുർബലപ്പെടുത്താനേ സഹായിക്കുമെന്നും ജയരാജൻ പറഞ്ഞു. രാജ്യം അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ ഇടതുപക്ഷ ഐക്യം, വിശേഷിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഐക്യം പരമപ്രധാനമാണ്. ഈ കാഴ്ചപ്പാടോടെ ആയിരിക്കണം നാം ഓരോ വിഷയത്തെയും സമീപിക്കേണ്ടത്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവയെ പൊതുജനമധ്യത്തിലേക്ക് വലിച്ചിഴയ്ക്കുമ്പോൾ ദുർബലപ്പെടുന്നത് ഈ കാഴ്ചപ്പാടാണ്, ജയരാജൻ ചൂണ്ടിക്കാണിച്ചു. CPM നേതൃത്വത്തിന്റെ നിലപാടാണ് ജയരാജൻ വിശദീകരിച്ചതെന്നാണ് സൂചന. കഴിഞ്ഞ 9.5 വർഷത്തെ LDF ഭരണത്തിനെതിരെ വലതുപക്ഷ ശക്തികൾ നടത്തിയ നുണപ്രചരണങ്ങളെല്ലാം തകർന്നടിഞ്ഞ അനുഭവങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. ഓരോ ഘട്ടത്തിലും വലതു മാധ്യമങ്ങൾ എരുതിയിൽ എണ്ണയൊഴിച്ചു. അത്തരം പ്രചരണങ്ങൾ അപ്പാടെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. അങ്ങനെ വലതുപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളും ആവനാഴിയിലെ അവസാനാസ്ത്രവും പ്രയോഗിച്ചിട്ടും ഒന്നും ഏശാതെ നിരായുധീകരിക്കുന്ന ഘട്ടം കൂടിയാണിത്, ജയരാജൻ ഓർമ്മിപ്പിച്ചു.